തൊടുപുഴ ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടി. തൊടുപുഴയിൽ നിന്നാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. തൊടുപുഴ പോലീസ് സംഘവും സ്ഥലത്തുണ്ട്. തൊടുപുഴ ചുങ്കം സ്വദേശിയായ ബിജു ജോസഫും അയാളുടെ സുഹൃത്ത് ജോമോനും കലയന്താനിയിലുള്ള കാറ്ററിംഗ് സെൻറ്ററിൽ ഒന്നിച്ച് ബിസിനസ് ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. ഒരു പല ബിസിനസ്സിലും ഒന്നിച്ച് ജോയിൻ്റായിട്ട് ബിസിനസ് ചെയ്ത് അതിലെ പണത്തിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ബിജു ജോസഫ് ധാരാളം പണം ജോമോന് കൊടുക്കാനുണ്ടെന്നാണ് ജോമോൻ പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് ഒരു കേസ് ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലും തൊടുപുഴ പോലീസ് സ്റ്റേഷനിലും ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും കഴിഞ്ഞ വ്യാഴാഴ്ച ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയെന്ന് ഭാര്യ ഒരു പരാതി തൊടുപുഴയിൽ കൊടുത്തു. കാരണം ഭാര്യ പറയുന്നത് വെളുപ്പിനെ നടക്കാൻ പോയ ബിജു ജോസഫിനെ രാവിലെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഒരു ഓമിനി വാനിൽ തട്ടിക്കൊണ്ടുപോയെന്നാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. ഇപ്പം 3 ദിവസമായി കാണാനില്ല. ഏതായാലും തൊടുപുഴ പോലീസ് CCTV ദൃശ്യങ്ങളൊക്കെ നോക്കി. തൊടുപുഴ DYSP അന്വേഷിക്കുന്നുണ്ട്. ഉപ്പുതറ പോലീസ് ഇതുമായിട്ടൊരു ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ട്. അവർ CCTV ദൃശ്യത്തിൽ നോക്കിക്കഴിഞ്ഞപ്പം എറണാകുളത്ത് കാപ്പ ചുമത്തി ഈ നാട് കടത്തിയ ഒരു ഗുണ്ട, അയാളെ പറ്റി സംശയമായി. ഏതായാലും അയാളെ എറണാകുളത്തുനിന്ന് പോലീസ് തപ്പിയെടുത്തു. അപ്പോൾ 3 പേരുടെ കാര്യം അയാൾ പറഞ്ഞു. ആ 3 പേര് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അപ്പം പോലീസിന് കിട്ടിയ ഇപ്പോഴത്തെ വിവരം അവരെ ചോദ്യം ചെയ്തെന്ന് പണത്തർക്കവുമായിട്ട് സംസാരിച്ച് അയാളെ മർദ്ദിച്ചപ്പോൾ അയാൾ ചത്തുപോയെന്നും അയാളെ കലയന്താനിയിലുള്ള അവരുടെ ഗോഡൗണിൻ്റെ അവിടെ ഒരു വലിയൊരു കുഴിക്കകത്ത് അയാളെ നിക്ഷേപിച്ചെന്നും അതിനുശേഷം കോൺക്രീറ്റ് അതിന് മുകളിലിട്ട് മൂടിയെന്നും പറയുന്നു. ഏതായാലും കലയന്താനി എന്ന് പറയുന്നത് ചെത്തിമറ്റത്തുള്ളതാണ്. ആ ചെത്തിമറ്റ കാറ്ററിംഗ് സെൻറ്ററിലാണ് ബിസിനസ് നടക്കുന്നത്. അവിടെ വർഷങ്ങളായിട്ട് കാറ്ററിംഗ് സെൻറ്റർ നടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ വലിയ പൈപ്പിൽ കൂടെ പോയി 10 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് പോയി അവിടെ നിന്നാണ് ആ വേസ്റ്റ് പദാർത്ഥങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നത്. ആ കുഴിയിൽ മണ്ണ് മാറ്റി ബിജു ജോസഫിനെ അതിനകത്ത് കുഴിച്ചിട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഇട്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ഏതായാലും പോലീസ് DYSPയും പാർട്ടികളും സ്ഥലത്ത് വന്നു. ആ പ്രതികൾ പറഞ്ഞ സ്ഥലം അവർ നോക്കി. അവിടെ വളരെയധികം ദുർഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം. അത് തന്നെയല്ല, ഈ കാറ്ററിംഗ് സെൻറ്ററിൻ്റെ വേസ്റ്റ് മുഴുവൻ ഇടുന്ന സ്ഥലം അതിനൊരു ദുർഗന്ധമുണ്ട്. അതോടൊപ്പം തന്നെ അതിരൂക്ഷമായ ദുർഗന്ധം കൂടെ വന്നു. കാരണം മൃതദേഹം അവിടെ തന്നെ കുഴിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തു എന്ന് പറയുന്നു. കോൺക്രീറ്റ് ചെയ്താലും ആ മൃതദേഹത്തു നിന്നുള്ള അതിരൂക്ഷമായ ഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നിരുന്നു. അതുകൊണ്ട് പോലീസിന് സംശയമായി. ഫോറൻസിക് സംഘങ്ങളും ഫയർഫോഴ്സും ഒക്കെ അവിടെ വന്നു. കോൺക്രീറ്റ് മാറ്റി മൃതദേഹം ഇപ്പം പുറത്തെടുത്തിരിക്കുകയാണ്. ഭാര്യ തൊടുപുഴയിൽ കൊടുത്ത പരാതിയിൽ പോലീസ് ആ CCTV നോക്കിയപ്പം അയാളെ തട്ടിക്കൊണ്ടുപോയ ഓമിനി വാനുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് കാപ്പ ചുമത്തിയിട്ടുള്ള ഒരു ഗുണ്ടയുടെ കാര്യമാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരാൾ തൊടുപുഴക്കാരനും 2 പേർ എറണാകുളംകാരും തന്നെയാണ്. എന്തായാലും പണത്തർക്കമാണ് ഇതിൻ്റെ കാരണമെന്നാണ് മനസ്സിലാകുന്നത്. ഇതിനെ സംബന്ധിക്കുന്ന പെറ്റീഷൻസ് ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഭാര്യയ്ക്ക് ഒരു സംശയം തോന്നി. ആ പല സന്ദർഭത്തിലും ഒത്തുതീർപ്പ് വ്യവസ്ഥ വന്ന് അതനുസരിച്ചുള്ള പണം കൊടുക്കാനായിട്ട് ഇയാൾക്ക് കഴിഞ്ഞില്ല. ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടു പോകാൻ കാരണം ആ പണം കൊടുക്കുന്ന ഡേറ്റ് കഴിഞ്ഞ് കൊണ്ട് മാത്രമാണ്. അതിൻ്റെ അടുത്ത ദിവസം തന്നെ അയാളെ വെളുപ്പിനെ നടക്കാൻ പോയ ആളെ കാറിൽ തട്ടിക്കൊണ്ട് പോകുന്നത് ഭാര്യ മനസ്സിലാക്കി ഭാര്യ കണ്ടു. ഭർത്താവ് എന്തായാലും ഏതെങ്കിലും കാറിൽ കയറുന്ന ആരുടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറയുമായിരുന്നു. പക്ഷേ പറഞ്ഞില്ല. അവർക്ക് സംശയമായി. അങ്ങനെ പോലീസിൽ പരാതിപ്പെട്ടു. വ്യാഴാഴ്ച കൊണ്ട് അയാൾ വെള്ളിയാഴ്ച ആളെ കാണാനില്ല. ശനിയാഴ്ചയായി. അപ്പോഴാണ് അവർക്ക് സംശയം കൂടുതൽ പോലീസിന് ബലപ്പെട്ടത്. തൊടുപുഴ DYSP സംഘവും എറണാകുളത്ത് നിന്ന് ഈ ഗുണ്ടയെ അറസ്റ്റ് ചെയ്തതോടുകൂടി
അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 3 പേരെ അവരെയും കൂടെ അറസ്റ്റ് ചെയ്തപ്പം കാര്യങ്ങൾ വ്യക്തമായി. അവർ പണം കൊടുക്കാത്തതിന് മർദ്ദിച്ചപ്പം മരണപ്പെട്ടു പോയി, കൊല്ലണമുള്ള ഉദ്ദേശമില്ലായിരുന്നു എന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. അതൊന്നുമല്ല, തട്ടിക്കൊണ്ട് പോയപ്പം തന്നെ ആളെ അവരുടെ കസ്റ്റഡിയിലാണ്. അയാൾക്ക് എന്ത് സംഭവിച്ചാൽ അതിൻ്റെ ജീവന് ഉത്തരവാദികൾ അവർ തന്നെ. അതൊരു ക്ലീൻ മർഡറാണ്, അത് അബ്ഡക്ഷനാണ്. അവർ 4 പേര് ഗുണ്ടകളാണ് തട്ടിക്കൊണ്ട് പോയത്. പണത്തിന് വേണ്ടി തന്നെയാണ്, പണം തിരിച്ചു വാങ്ങിച്ച് കൊടുക്കാൻ തന്നെയാണ് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. ഏതായാലും ഈ തട്ടിക്കൊണ്ട് പോയതിനെ സംബന്ധിച്ച് അയാളുടെ ഭാര്യയും ബന്ധുക്കളും ഒക്കെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കി. ഈ ഓട വർഷങ്ങളായി ഈ അഴുക്കുചാലിൽ കൂടെ പോകുന്ന സ്ഥലത്ത് ഒരു വലിയ കുഴി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അവിടെ മഴയത്തും മറ്റു സ്ഥലത്തും മണ്ണ് വന്ന് അടയും. 10 അടിയോളം താഴ്ച ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് മണ്ണ് മാറ്റി ഇയാളുടെ മൃതദേഹം നിക്ഷേപിച്ച ശേഷം അതിന് മുകളിൽ കോൺക്രീറ്റ് ഇട്ട് മൂടിയതായിട്ട് പോലീസിന് ഇപ്പം കണ്ടെത്താൻ കഴിഞ്ഞു. ഏതായാലും പ്രതികൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എന്നാണ് തോന്നുന്നത് എന്ന് പോലീസിനിപ്പം മനസ്സിലായി. കാരണം മൃതദേഹം അവിടെ നിന്ന് തന്നെ കിട്ടിയിരിക്കുന്നുണ്ട്. ഇനി ചീഞ്ഞഴിഞ്ഞ മൃതദേഹം ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കേണ്ടി വരും. പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ DNA കൂടെ എടുത്തെങ്കിൽ മാത്രമേ ഇയാളുടെ തന്നെ മൃതദേഹമാണ് എന്ന് ഫിക്സ് ചെയ്യാൻ കഴിയുള്ളൂ. അതിലേക്ക് നടപടിയിൽ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. മൃതദേഹം തന്നെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി പോസ്റ്റ്മോർട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഈ ഇവർ ഈ തമ്മിലുള്ള ഈ സാമ്പത്തികമായ തർക്കം തന്നെയാണ് കൊലപാതകത്തിൻ്റെ കാര്യമെന്ന് യാതൊരു സംശയം തന്നെയില്ല. അതിനെ സംബന്ധിച്ച കേസുകൾ പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തട്ടിക്കൊണ്ട് പോയത് എന്നത് പോലീസിന് വിശ്വാസവൈക്യമായത്. കാരണം പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി ഇതിനെ സംബന്ധിച്ച് കൊടുത്തിരുന്നു. പണസംബന്ധമായ ഡേറ്റുകൾ പലതും മാറിപ്പോയി. കഴിഞ്ഞ ദിവസം ഈ മരണപ്പെടുന്ന അല്ലെങ്കിൽ വ്യാഴാഴ്ച കൊല്ലുന്നതിൻ്റെ തലേ ദിവസം പണം കൊടുക്കാമെന്ന് തീർത്ത് പറഞ്ഞതാണ്. എന്തായാലും പോലീസിന് ആ ഒരു മാരുതി വാന് കണ്ടെത്താൻ സാധിച്ചു. അത് CCTV ദൃശ്യം. അതിനകത്ത് ഒരു ഗുണ്ട, എറണാകുളംകാരൻ കാപ്പിയമത്തെ ഗുണ്ടയും ഉണ്ടായിരുന്നു. ഗുണ്ട ഇതിനകത്ത് താൻ കൊല്ലാൻ കൂടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. പക്ഷേ മറ്റു 3 പേര് ഏൽപ്പിച്ചിട്ടുണ്ടാവും തട്ടിക്കൊണ്ട് പോയത്. ഏതായാലും FSLൻ്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആള് മരിച്ചത് ബിജു ജോസഫ് ആണെന്ന് പോലീസിന് ഫിക്സ് ചെയ്യാൻ കഴിയുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും DNA പരിശോധനയിന് ശേഷം മാത്രമേ ഇയാളെ ആണ് കൊന്നതെന്ന് വരുള്ളൂ. എങ്കിലും 99% ബിജു ജോസഫിൻ്റെ മൃതദേഹം തന്നെയാണ് എന്നിപ്പം കൃത്യമായിട്ടുണ്ട്. മൃതദേഹത്തിലുണ്ടായിരുന്ന ഡ്രസ്സിനെ പറ്റിയൊന്നും വ്യക്തതയില്ല. എന്തുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള ഈ ശത്രുത വന്നത്? ഈ പണസംബന്ധമായ കാര്യം മാത്രമാണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിദാരുണമായ ഒരു കൊലപാതകമായിട്ട് ഇത് നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ.